സദ്യകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവമായ പുളിയിഞ്ചി തയ്യാറാക്കാം. ആവശ്യത്തിന് പുളി ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്ത് വയ്ക്കാം. കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നല്ല ക്രിസ്പിയായിട്ട് വറുത്ത് കോരി എടുത്ത് വയ്ക്കാം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ കടുക് പൊട്ടിച്ചു കൊടുക്കാം, ഉലുവ പൊട്ടിച്ചു കൊടുക്കാം, 2 ഉണക്കമുളകും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. അല്പം പുളിവെള്ളം ഒഴിച്ച ശേഷം പൊടികളായ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കാം. അല്പം കായപ്പൊടിയും കൂടെ ഈ സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുമ്പോൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ച ശേഷം പുളിയിഞ്ചിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മധുരവും ചേർത്ത് കൊടുക്കണം. മധുരത്തിനായിട്ട് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് തിളച്ച് വരുമ്പോൾ കോരി വെച്ചിരിക്കുന്ന ഇഞ്ചി കഷ്ണങ്ങളും കൂടെ ചേർത്ത് തിളപ്പിച്ച് കുറുക്കിയെടുത്താൽ പുളിയിഞ്ചി തയ്യാറായി.